സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇതിനെക്കുറിച്ച് ബോധമുണ്ടാകണം. ബോധം ആരാ ഉണ്ടാക്കി കൊടുക്കേണ്ടത്? നമ്മൾ സ്വയം ബോധവാന്മാരാകലോടൊപ്പം നമ്മുടെ മക്കളിലേക്ക് നമ്മൾ അതിന്റെ സന്ദേശങ്ങൾ എത്തിച്ചു കൊടുക്കണം. ഇനിയോ ഇവർക്ക് നോമ്പ് നിർബന്ധമില്ലേ? സുബ്ഹാനല്ലാഹ്, നോമ്പിന്റെ കഥയാണ് വല്ലാത്ത കാര്യം. ഇവർക്ക് 30 നോമ്പ് റമളാനിലാണ് ഈ അബദ്ധം പറ്റിയത്. റമളാനിൽ ഹൈദ് തുടങ്ങി. ആ 30 ദിവസവും ഇവർക്ക് ഹൈദ് തന്നെയാണ്. നിസ്കരിക്കാൻ പക്ഷേ നോമ്പെടുക്കാൻ പറ്റൂലല്ലോ. ആ നോമ്പിന് ഇവർ നോമ്പെടുക്കേണ്ടത് എങ്ങനെയാണെന്നറിയോ? 30 ദിവസത്തെ നോമ്പ് ലഭിക്കണമെങ്കിൽ 66 നോമ്പനുഷ്ഠിക്കണോ? ഒരു മാസം നോമ്പനുഷ്ഠിച്ചു, എത്ര നോമ്പേ കിട്ടൂ? 14 നോമ്പേ അവർക്ക് ലഭിക്കൂ. 14 നോമ്പേ ലഭിക്കൂ. പിന്നെ രണ്ടാമത്തെ മാസം പിന്നെയും 30 ദിവസം നോമ്പെടുത്തു. അപ്പോൾ അതിലുള്ള 14 ലഭിച്ചു. ഇനിയും 6 ബാക്കിയില്ലേ? ഇനിയും 2 ബാക്കിയില്ലേ? ഈ 2 നോമ്പ് കിട്ടാൻ വേണ്ടി പിന്നെ 6 ദിവസം നോമ്പെടുക്കണം. എങ്ങനെയാ നോമ്പെടുക്കേണ്ടത്? അടുത്ത മാസത്തിലെ 15 ദിവസത്തിൽ നിന്ന് ആദ്യത്തിൽ നിന്ന് 3 ദിവസം നോമ്പെടുക്കണം. രണ്ടാമത്തെ 15-ൽ നിന്ന് 3 ദിവസം, അവസാനത്തിലെ 3 ദിവസവും നോമ്പെടുക്കണോ? വല്ലാത്ത പണിയാ. ഇതിനെക്കുറിച്ച് ബോധമില്ലെങ്കിൽ വലിയ പണിയാണ്. നോമ്പെടുക്കണ രൂപം, നോമ്പ് നിർബന്ധമാണ്. ഈ 30 നോമ്പ് കിട്ടണമെങ്കിൽ 66 ദിവസം നോമ്പെടുക്കണം. ആദ്യ ഒരു മാസം നോമ്പെടുത്തു, എത്ര നോമ്പ് കിട്ടി? 14 കിട്ടി. രണ്ടാമത്തെ മാസം നോമ്പെടുത്തു, എത്ര കിട്ടി? ഇപ്പൊ 28. ഇനി 2 കൂടെ വേണം. അതിന് എത്ര നോമ്പെടുക്കണം? 6 നോമ്പ്. എങ്ങനെ നോമ്പെടുക്കേണ്ടത്? അടുത്ത മാസത്തിലെ ആദ്യത്തെ 15, ആ 15-ൽ ആദ്യത്തെ 3 ദിവസം നോമ്പെടുക്കും. പിന്നെ അവസാനത്തിലെ 15, ആ അവസാനത്തിലെ 15-ലെ 3 ദിവസം, അവസാനത്തെ 3 ദിവസവും നോമ്പനുഷ്ഠിക്കുക. അങ്ങനെ 66 നോമ്പെടുത്താൽ എത്ര നോമ്പ് കിട്ടും? 30 നോമ്പ് കിട്ടും. ശരിക്കും മനസ്സിലാക്കണം. അപ്പോ ബോധമില്ലാത്തതിന്റെ പ്രശ്നമാണ്. ഓരോ മാസത്തെയും കണക്ക് എഴുതി വെക്കണം. എന്ന് തുടങ്ങി, എന്ന് അവസാനിച്ചു എന്നതിനെ കുറിച്ച് നമുക്കൊരു ബോധമില്ലെങ്കിൽ ഇതുപോലെയുള്ള പണി, നമുക്ക് 8-ലെ പണി എന്നൊക്കെ പറയാം, ഇത് 36-ലെ പണിയായി പോയി. ഇങ്ങനത്തെ പണി ലഭിക്കും. എന്തുകൊണ്ട്? ബോധമില്ലാത്തവരായതിന്റെ പേരിലാണ്. ഇനി ഞാൻ ആവശ്യം നീട്ടിക്കൊണ്ടുപോകുന്നില്ല. പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, അപ്പൊ ഹൈദ് നിഫാസിനെ കുറിച്ച്, ഇസ്തിഹാദത്തിനെ കുറിച്ച് ഇത് നമ്മൾ പഠിക്കൽ നമ്മുടെ മേൽ ഫർള് ഐനാണ്. നിസ്കരിച്ചില്ലെങ്കിൽ ശിക്ഷ ലഭിക്കുന്നത് പോലെ ഈ വിഷയം പഠിച്ചിട്ടില്ലെങ്കിൽ തന്നെ ശിക്ഷ ലഭിക്കുമെന്ന് മഹത്തുക്കളായ പണ്ഡിതന്മാര് പറയുന്നു. ഓരോരുത്തരും പഠിച്ചിരിക്കണം. അപ്പുറത്തോട് വിളിക്കുന്നത് കണ്ടിട്ടല്ല നമ്മൾ വിളിക്കേണ്ടത്. അതിനെക്കുറിച്ച് നമുക്കാണ് ബോധമുണ്ടാവേണ്ടത്. ബോധമില്ലാതെ ആയിപ്പോയാൽ നമ്മുടെ ആഖിറം നഷ്ടപ്പെട്ടു പോകും. അല്ലാഹു നമ്മളെ കാത്തുരക്ഷിക്കട്ടെ. പ്രിയപ്പെട്ട ഉമ്മമാരെ, ഇനി ഞാൻ വിഷയത്തിൽ നിന്ന് ഇനി ആവശ്യത്തിൽ വല്ല നീട്ടിക്കൊണ്ടുപോകുന്നില്ല. ഇനി മറ്റൊരു വിഷയം, 7 ദിവസം ഉണ്ടാവാറുള്ള പെണ്ണാണെങ്കിലും കാത്തിരിക്കാൻ പാടില്ല. സാധാരണ പെണ്ണുങ്ങൾക്ക്, ഒരു പെണ്ണിന് 7 ദിവസം ഉണ്ടാവാറുള്ളത്. അപ്പോൾ പിന്നെ സമയമായപ്പോ കാത്തിക്കന്നെ 7 ദിവസം വരെ ഇനി നിസ്കരിക്കണ്ട, ഖുർആൻ ഓതണ്ട, ഒന്ന് സുബൈക്ക് നീക്കണ്ട, അങ്ങനെ കുത്തിരിക്കുക. പറ്റൂല. 5 ദിവസം കഴിഞ്ഞു, രക്തമൊന്നും കാണാനില്ല. അല്ല, എനിക്ക് 7 ദിവസം ഉണ്ടാവലേ, കാത്തിക്കന്നെ. പറ്റൂല. അവർ അതിനെക്കുറിച്ച് പഠനം നടത്തണം. എങ്ങനെ പഠനത്തെ ഗവേഷണം നടത്താൻ പോകണ്ട. അതിന് പണ്ഡിതന്മാർ കിതാബുകൾ രേഖപ്പെടുത്തുന്നുണ്ട്. ശീല പോലോത്ത വസ്തു, അല്ലെങ്കിൽ പഞ്ഞി പോലോത്ത വസ്തു അവരുടെ രക്തം പുറപ്പെടുന്ന സ്ഥലത്തേക്ക് അല്പം അകത്തേക്ക് കയറ്റി വെച്ചു നോക്കണോ. പേട് കെട്ടുന്ന ഭാഗം, പുറം ഭാഗം അവിടെ വെച്ചാൽ മനസ്സിലാകില്ല. അല്പം ഉള്ളിലേക്ക് തന്നെ നീക്കി വെക്കണം. എന്നിട്ടൊരു അരമണിക്കൂർ സമയമൊക്കെ വെച്ചതിന് ശേഷം ആ പഞ്ഞിയോ ശീലയോ എടുത്തു നോക്കിയാൽ അതിൽ രക്തത്തിന്റെ കറ ഉണ്ടാകണമെന്നില്ല. കലർപ്പുണ്ടെങ്കിൽ, ആ ശീലയുടെ നിറത്തിന് മാറ്റമുണ്ടെങ്കിൽ, പഞ്ഞിക്ക് കലർപ്പുണ്ടെങ്കിൽ രക്തം നിന്നിട്ടില്ല എന്ന് അവർക്ക് അതിൽ നിന്ന് മനസ്സിലാക്കാം. അതിൽ അരമണിക്കൂർ കഴിഞ്ഞു ആ പഞ്ഞി എടുത്തു നോക്കിയപ്പോൾ അതിൽ യാതൊരു നിറവുമില്ല, ഒരു മാറ്റവുമില്ലെങ്കിൽ ഇപ്പോൾ ഹൈദ് നിലച്ചിട്ടുണ്ട്. ഇനി നിസ്കരിക്കൽ നിർബന്ധമാണ്. അപ്പൊ എനിക്ക് സാധാരണ ഏസ് ഉണ്ടാല് അല്ലെങ്കിൽ കുത്തിരിക്കാൻ പറ്റൂല എന്നർത്ഥം.
രക്തം നിന്നു തോന്നിയാൽ ഉടനെ അവർ അതിനെക്കുറിച്ച് എന്ത് ചെയ്യണം? ഗവേഷണം നടത്തണം. നടത്തേണ്ട രൂപം പുറമെ ശീല വെച്ച് നോക്കലല്ല, അവന്റെ രക്തം പുറപ്പെടുന്ന ഭാഗത്ത് ഉള്ളിലേക്ക് തള്ളിവെക്കണം എന്ന് കിതാബിൽ കാണാം. അതൊക്കെ എങ്ങനെ പിന്നെ ലൈവിൽ പറയാൻ പറ്റുമെന്ന് ചോദിച്ചാൽ പറയാതെ പറ്റൂലല്ലോ, അതുകൊണ്ട് പറയാം. അപ്പോ അത് പരിശോധിക്കണം, അല്ലാതെ സാധാരണ എഴുസ് ഉണ്ടാവല് എന്ന് പറഞ്ഞ് വെയിറ്റ് ചെയ്യാൻ പറ്റൂല. പ്രിയപ്പെട്ട ഉമ്മമാരെ, ഞാൻ വിശദീകരിച്ചു കൊണ്ടുപോകുന്നില്ല. ഇനിയോ പണ്ഡിതന്മാർ വിഷയത്തിൽ ഒരുപാട് ചർച്ച നടത്തുന്നുണ്ട്. ദിവസം കാത്തു നിൽക്കാൻ പാടില്ല എന്നാണ് ഞാൻ പറഞ്ഞതിന്റെ ആകത്തുക. അതുപോലെ തന്നെ നിഫാസ് എപ്പോൾ നിൽക്കുന്നോ അപ്പോൾ തന്നെ നിസ്കാരം നിർബന്ധമാണ്. കഴിഞ്ഞ ക്ലാസ്സിൽ ഓർമ്മപ്പെടുത്തിയിട്ട് വിശദീകരിക്കുന്നില്ല. നിഫാസ് ചിലപ്പോൾ 1 സെക്കൻഡേ ഉണ്ടാവൂ. ആ 1 സെക്കൻഡ് സമയത്ത് രക്തം നിലച്ചു കഴിഞ്ഞാൽ പിന്നെ കാത്തു നിൽക്കണ്ട. ചില ആൾക്കാർ മനസ്സിലാക്കിയത് 60 ദിവസം ഇങ്ങനെ ഉണ്ടാവുന്ന, അല്ലെങ്കിൽ 60 ചുരുങ്ങിയത് 40 ദിവസമെങ്കിലും ഉണ്ടാകുമെന്നൊക്കെ മനസ്സിലാക്കിയ ആളുകളുണ്ട്. അതൊന്നുമില്ല. 1 സെക്കൻഡ് കഴിഞ്ഞു, ഇനി പെട്ടെന്ന് അങ്ങ് നിന്നാൽ ചിലപ്പോ 1 ദിവസം കൊണ്ട് നിൽക്കാം, 2 ദിവസം കൊണ്ട് നിൽക്കാം, ചിലപ്പോ തീരെ രക്തമില്ലാതെയും നിൽക്കാം. അതൊന്നും പ്രശ്നമില്ല. 15 ദിവസം വരെ തീരെ പുറപ്പെട്ടിട്ടില്ലെങ്കിൽ 15 ദിവസത്തിന്റെ ഉള്ളിൽ പുറപ്പെട്ടാൽ നിഫാസായി പരിഗണിക്കും. അതിനുശേഷമാണെങ്കിൽ ഹൈദായി പരിഗണിക്കും. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഓർമ്മപ്പെടുത്തിയിട്ടുണ്ട്. അപ്പൊ നിഫാസ് രക്തം എപ്പോഴാണോ നിലയ്ക്കുന്നത് ആ സമയം മുതൽ, നിമിഷം മുതൽ അവർക്ക് നിസ്കാരം നിർബന്ധമാണ്. അതിന് നമ്മൾ ഓപ്ഷനും പറഞ്ഞു. അതിന് നിന്ന് നിസ്കരിക്കൽ പ്രയാസമാണെങ്കിൽ ഇരിക്കാം, ഇരിക്കാൻ പ്രയാസമാണെങ്കിൽ കിടക്കാം. എങ്ങനെയൊക്കെയാണെങ്കിലും നിസ്കാരം നഷ്ടപ്പെടുത്തരുത്. നനയാൻ പറ്റില്ലെങ്കിൽ തയമ്മും ചെയ്യാം. എന്ത് വില കൊടുത്തും നിസ്കരിച്ചേ പറ്റൂ. ഇത് എന്റെ ആഖിബത്തിന്റെ വിഷയമാണ്, എന്റെ ആഖിറത്തിന്റെ വിഷയമാണ്, എന്റെ റബ്ബുമായിട്ടുള്ള പ്രശ്നമാണ്. ഇവിടെ ഞാൻ മറ്റൊരു ഉപദേശത്തെയും കീപ്പ് ചെയ്യേണ്ടതില്ല. എന്റെ ആരോഗ്യത്തിന്റെ നിലയനുസരിച്ച് എന്തെല്ലാം രൂപത്തിൽ എനിക്ക് നിസ്കരിക്കാൻ പറ്റുമോ അങ്ങനെ മുഴുവനും നിസ്കരിക്കണോ. നിൽക്കാൻ പറ്റൂല, ഇരിക്കാം, ഇരിക്കാമല്ലേ കിടക്കാം, കിടന്ന് ചെറിയാൻ പറ്റൂലേ അങ്ങനെ തന്നെ കിടക്കാം. ഒതുകൊടുക്കാൻ പറ്റൂലേ തയമ്മും ചെയ്യാം. അങ്ങനെ കുളിക്കാൻ പറ്റൂലേ നിനക്ക് തയമ്മും ചെയ്യാം. എന്ത് വില കൊടുത്ത് നിസ്കരിച്ചേ പറ്റൂ, ഞാൻ വിശദീകരിക്കുന്നില്ല.